ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിൽ നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ാമത്തെ പാഠം ഒളിച്ചേ കണ്ടെന്നുള്ള പാഠത്തിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അതോടൊപ്പം ഈ വർക്ക് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒളിച്ചേ കണ്ടെന്നുള്ള 2ാമത്തെ പാഠത്തിൻ്റെ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് 8 ആക്ടിവിറ്റീസാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പാഠഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ 45 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. 45 മാർക്കാണ് ടോട്ടൽ മാർക്ക്. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. പ്രവർത്തനം 1 എന്താ, മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് ചേരുംപടി ചേർക്കുക. ചിത്രത്തിലുള്ളത് എണ്ണി നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള നമ്പറിലേക്ക് സംഖ്യയിലേക്ക് വരച്ച് യോജിപ്പിക്കുന്നതാണ്. 1 തൊട്ട് 5 വരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. പ്രവർത്തനം 1ാമത്തെ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 2ാമത്തെ പ്രവർത്തനം അതുപോലെ തന്നെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് എന്തിനാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ തരുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വലിയ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്നതിനേക്കാളും എപ്പോഴും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെ, സിമ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും അല്ലേ. അതോടൊപ്പം നമ്മളിങ്ങനെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന ഓരോ ചിത്രം നോക്കി അത് എണ്ണി നോക്കി എഴുതുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടിയാണ് അവിടെ എന്താവുന്നത്, അതെ, കൂടുക. അതായത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും. അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്, ഫസ്റ്റ് ചിത്രം നോക്കൂ, എത്ര ആപ്പിളാണ് അല്ലേ, എത്ര എണ്ണം ഉണ്ട് നോക്കൂ, എണ്ണി നോക്കുക. അതിന് തൊട്ടടുത്ത് കാണുന്ന വട്ടത്തിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. 2ാമത്തെ പ്രവർത്തനമാണിത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് 3ാമത്തെ പ്രവർത്തനം, വിട്ടുപോയവ പൂരിപ്പിക്കുക. അതായത് നിങ്ങൾ ഒട്ടുമിക്ക എല്ലാവർക്കും 1 തൊട്ട് 100 വരെയൊക്കെ എഴുതാൻ അറിയാം അല്ലേ. 1 തൊട്ട് 100 വരെയൊക്കെ തെറ്റുകൂടാണ്ട് എഴുതാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 1 തൊട്ട് 100 വരെ ഒന്നും എഴുതാൻ പറയുന്നില്ല. 1 തൊട്ട് 10 വരെയെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിൽ ചില സംഖ്യകളാണ് ഇവിടെ വിട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഓർഡറിൽ എന്ത് ചെയ്യുക, വിട്ടുപോയ സംഖ്യകൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. വിട്ടുപോയവ പൂരിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവിടെ 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളാണ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഉണ്ട്, അടുത്ത സംഖ്യ ഏതാ, അതായത് 1-ന് ശേഷം അല്ലെങ്കിൽ 1-നും 3-നും നടുവിൽ, നമ്മൾ നടുവിലുള്ള സംഖ്യ, അടുത്ത സംഖ്യ, മുമ്പുള്ള സംഖ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്താണ്, 1-നും 3-നും നടുവിലുള്ള സംഖ്യ, 5-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ, 5-നും 7-നും നടുവിലുള്ള സംഖ്യ അല്ലേ, 9-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ, 9-ന് ശേഷം വരുന്ന സംഖ്യ ഏതാണെന്ന് എല്ലാവർക്കും അറിയണതല്ലേ. അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, അതെ, അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. 5 മാർക്കിന് ചോദ്യമാണ്. അടുത്തത് 4ാമത്തെ പ്രവർത്തനം കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. രണ്ട് രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ രൂപത്തിന് 5 പോയിന്റും 2ാമത്തെ രൂപത്തിന് 10 പോയിന്റ്. 2ാമത്തെ ത്രികോണമാണ് അല്ലേ, ചതുരവും ത്രികോണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചതുരത്തിന് 5 പോയിന്റും ത്രികോണത്തിന് 10 പോയിന്റുമാണ്. അപ്പോൾ ആദ്യത്തെ വരി നോക്കുക, ആദ്യത്തിൽ എത്ര ചതുരമുണ്ട് എത്ര ത്രികോണം ഉണ്ടെന്ന് എണ്ണി നോക്കി രണ്ടും കൂടി എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് എഴുതുക. അതേപോലെ 2ാമത്തെ വരിയിലുള്ളതും എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് ആൻസർ എഴുതുക. ഓക്കെ, വളരെ എളുപ്പമല്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ചതുരത്തിന് 5 പോയിന്റും ഒരു ത്രികോണത്തിനാണ് 10 പോയിന്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ എത്ര ചതുരമുണ്ട്, 1, 2, 3, 4, 5 ചതുരമുണ്ട്. 5 ചതുരവും 4 ത്രികോണവും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, സംഖ്യകൾ എഴുതുന്നു എന്നിട്ട് കൂട്ടുക. അതായത് 4ഉം 3 എന്നല്ല എഴുതേണ്ടത്. 4 ചതുരം എന്ന് വെച്ചാൽ എത്രയാ, ഒരു ചതുരം 5 പോയിന്റ് ആണ്. അപ്പൊ 4 ചതുരം എത്ര പോയിന്റ് ആണെന്ന് എഴുതണം. ഒരു ത്രികോണം 10 പോയിന്റ് ആണെങ്കിൽ 5 എത്ര ത്രികോണം, 4 ത്രികോണം അല്ലെ, 4 ത്രികോണം എത്ര ഉണ്ടെന്ന് എഴുതി അത് ആ രണ്ട് സംഖ്യകൾ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത്. അത് 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് പ്രവർത്തനം 5, നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ പേരും വയസ്സും എഴുതുക. അതായത് പേരും എത്ര വയസ്സാണ് പ്രായമാണ് എഴുതാൻ പറയണത് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം 5 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനം കൂടിയാണിത്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തതല്ലേ ഇത്, 5ാമത്തെ പ്രവർത്തനം കണ്ടതല്ലേ. അപ്പോൾ 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അല്ലേ 5ാമത്തെ പ്രവർത്തനമൊക്കെ. അടുത്ത പ്രവർത്തനം 6ാമത്തെ പ്രവർത്തനം, ഒരു കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കലണ്ടർ നോക്കിയിട്ട് എന്ത് ചെയ്യണം, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുകയാണ് ചെയ്യേണ്ടത്. 1ാമത്തെ ചോദ്യം, 3-നും 5-നും ഇടയിലുള്ള സംഖ്യ ഏത്, അതായത് 3-ന്റെയും 5-നും ഇടയിലുള്ള സംഖ്യ ആണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, 10 കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏത്, അതായത് 10 കഴിഞ്ഞ് വരുന്ന സംഖ്യ, 10-ന് ശേഷം വരുന്ന സംഖ്യ ഏതാണ്. അടുത്തത്
16ന് മുമ്പിൽ വരുന്ന സംഖ്യ എന്ന് വെച്ചാൽ 16ന് തൊട്ട് മുമ്പ് എഴുതുന്ന സംഖ്യ ഏതായിരിക്കും, അതാണ് എഴുതേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇടയിൽ വരുന്ന സംഖ്യ, കഴിഞ്ഞു വരുന്ന സംഖ്യ, മുമ്പിൽ വരുന്ന സംഖ്യയൊക്കെ നമ്മൾ പഠിച്ചതാണ്, എങ്ങനെയാ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ. അപ്പൊ ഈ ഉത്തരം എഴുതിയ ശേഷം നമ്മൾ ഈ കലണ്ടറിൽ വിട്ടുപോയിട്ടുള്ള സംഖ്യകൾ കൂടെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, പൂരിപ്പിക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇങ്ങനെയുള്ള കലണ്ടർ ചോദ്യങ്ങളൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ എല്ലാം ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സാമിന് നമ്മുടെ വരാൻ പോകുന്ന നമുക്ക് എക്സാമിന് നമ്മുടെ ക്വാർട്ടർലി എക്സാം വരാൻ പോവുകയാണ്, ഓണപ്പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങണ്ടേ. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു നോക്കുക. നമ്മുടെ എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇടുന്ന യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകളൊക്കെ എല്ലാ ക്ലാസ്സുകളും കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രവർത്തനം എന്താ നോക്കാം. പ്രവർത്തനം 7ാമത്തെ കേട്ടോ, 7ാമത്തെ പ്രവർത്തനമാണ് അടുത്തത്. 7ാമത്തെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, സംഖ്യകൾ പഠിക്കുമ്പോൾ സംഖ്യയുടെ പേര് എഴുതാൻ, അതായത് സംഖ്യാനാമം കൂടെ നമ്മൾ പഠിക്കണം. ഒരു സംഖ്യ എങ്ങനെ നമ്മൾ വായിക്കുക, ഫസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റത്തെ സംഖ്യ ഏതാ, 65. അപ്പം 65 നമുക്ക് പറയാൻ അറിയുന്നുണ്ട്, അതോടൊപ്പം തന്നെ 65 നമുക്ക് എഴുതാനും അറിയണം. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളൊക്കെ എണ്ണാനൊക്കെ അറിയായിരിക്കും അല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ അത് എഴുതാനും കൂടെ പഠിക്കുക, തെറ്റുകൂടാൻ എഴുതാനും സംഖ്യയുടെ നാമം എഴുതാനും സംഖ്യയുടെ പേര് എഴുതാനും കൂടെ പഠിക്കണം. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ 7ാമത്തെ പ്രവർത്തനം. അതായത് കറക്റ്റായിട്ട് സംഖ്യയുടെ പേരുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യുക, ചേരുംപടി ചേർക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും അറിയുന്നല്ലേ, ഇതിൽ വളരെ ടഫായിട്ടുള്ള ചോദ്യമൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന സംഖ്യകൾ തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, തെറ്റുകൂടാണ്ട് മാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത്, ഇപ്പം പഠിച്ചിട്ടില്ല സംഖ്യ നമ്മൾ എഴുതാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം പഠിക്കുക കേട്ടോ. എക്സാമിന് അത് റിലേറ്റ് നമുക്ക് ഒരു സംഖ്യയുടെ പേര് എഴുതാനൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പം അത് തെറ്റുകൂടാണ്ട് എഴുതണ്ടേ, അപ്പം അത് വേഗം പഠിക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത 8ാമത്തെ നമ്മുടെ ലാസ്റ്റത്തെ പ്രവർത്തനമാണ്. 8ാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഇടയിൽ വരുന്ന സംഖ്യ, മുന്നിൽ വരുന്ന സംഖ്യ, പുറകിൽ അതായത് അത് കഴിഞ്ഞു വരുന്ന സംഖ്യ, അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. 1ാമത്തെ കോളത്തിലെല്ലാം തന്നെ മുന്നിൽ വരുന്ന സംഖ്യ, അതായത് 8ന് തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യ, 17ന് തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യ, 12ന് തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ 1 ആണല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1ന് തൊട്ട് മുന്നിൽ ഏതായിരിക്കും, 0 ആണല്ലേ, 0 ന്നാണ് തുടങ്ങുക, 0. അപ്പോൾ ഇവിടെ 20 ആണെങ്കിലോ 19. അപ്പോൾ തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യ. അടുത്തതാണെങ്കിൽ ഇടയിൽ വരുന്ന സംഖ്യയാണ് എഴുതേണ്ടത്, 1നും 3നും നടുവിൽ വരുന്ന സംഖ്യ. അങ്ങനെ നടുവിൽ വരുന്ന സംഖ്യയാണ് 2ാമത്തെ കോളത്തിലെല്ലാം തന്നെ. അടുത്തത് 6ാമത്തെ 6 കഴിഞ്ഞു വരുന്ന സംഖ്യ. 3ാമത്തേൽ എന്താ എഴുതേണ്ടത്, 6 കഴിഞ്ഞു വരുന്ന സംഖ്യ, 13 കഴിഞ്ഞു വരുന്ന സംഖ്യ, 29 കഴിഞ്ഞു വരുന്ന സംഖ്യ. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പട്ടിക പൂർത്തിയാക്കേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഇത്, പ്രവർത്തനം 8ാമത്തെ. അപ്പോൾ എല്ലാവർക്കും 8 പ്രവർത്തനങ്ങൾ മനസ്സിലായില്ലേ? എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ചേച്ചി ചേട്ടന്മാരുടെ അടുത്തൊക്കെ പറയുക. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ എല്ലാ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്